സാറേ, നമുക്ക് ഹമീദ് സാറിനെ ഇവിടെ ഒന്ന് വിളിച്ചാലോ? കേട്ടറിഞ്ഞ വെച്ച് ഇയാൾ കുറച്ച് പെശക. അയാള് പെശകായതുകൊണ്ടാണല്ലോ അശോക നമുക്കിവിടെ വരേണ്ടി വന്നത്. താനോ? മറന്നിട്ടില്ല അല്ലേ? അപ്പുറത്ത് ഒരു പറമ്പ് കൊടുക്കാണ്ടെന്ന് കേട്ട് വന്നതാ. അപ്പോഴാ ഇത് നമ്മുടെ വീടാണെന്ന് അറിയുന്നത്. എന്നാ പിന്നെ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി. ഇവിടെ ഇപ്പോൾ സെന്റിന് എന്താ വില? താനിപ്പോ ബ്രോക്കറാണോ? ഓ, സർക്കാർ ജോലിയൊക്കെ തീരാറായെന്നേ. പിന്നെ ജീവിക്കണ്ടേ? ബ്രോക്കറെങ്കിൽ ബ്രോക്കർ. കുടുംബമൊക്കെ ഉള്ളതല്ലേ. ഇച്ചിരി വെള്ളം കിട്ടുമോ? നല്ല ദാഹം. അല്ല, താങ്കൾ പോണമെന്നില്ല, ഭാര്യയോട് പറഞ്ഞാലും മതി. അല്ല സാറേ, നിങ്ങൾ നമ്മൾ നേരത്തെ അറിയോ? ഇവിടെ ഒറ്റയ്ക്കാണോ? ഇന്നിപ്പോ ഒറ്റയ്ക്ക. ഭാര്യയില്ലേ? തൻ്റെയോ? എൻ്റെ ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ട്. വെള്ളം കുടിച്ചു കഴിഞ്ഞെങ്കിൽ പോവാൻ നോക്കാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. പള്ളിപ്പാടൻ പണിയൊന്നുമില്ലാതെ വീട്ടിലിരിപ്പാണെന്നാ ഞാൻ കേട്ടത്. അല്ല, ആ സ്ഥലത്തിന്റെ വില പറഞ്ഞില്ല. തനിക്കിപ്പോ എന്താ ശരിക്കും അറിയേണ്ടത്? തന്റെ ഭാര്യ മിസ്സിംഗ് ആണെന്നൊരു പരാതി കേട്ടിട്ടാ ഞങ്ങൾ വന്നേ. എൻ്റെ ഭാര്യ മിസ്സിംഗ് ആണെങ്കിൽ ഞാനല്ലേ പരാതി പറയേണ്ടത്? എന്നിട്ട് എന്താ പറയാത്ത? ഭാര്യ മധുരയ്ക്ക് പോയതിന് ഞാനതിന് പരാതി പറയണം? ഒന്ന് വിളിക്കാവോ? പറ്റില്ല. ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാ പോയേക്കണം. സാറേ, ഇത് നോക്കിയേ. ടി വി ഉണ്ടോ? ഈ ടി വി എങ്ങനെ പൊട്ടിയേ? അതെന്റെ കൈത്തറ്റം താഴെ വീണോ? കുറച്ചുകൂടെ വിശ്വസനീയമായ മറുപടിയാ ഞാൻ പ്രതീക്ഷിച്ചത്. നടന്നതല്ലേ പറയാൻ പറ്റൂ? നടന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് പറ, ഇന്നലത്തെ വഴക്കിന് ശേഷം ഭാര്യ എന്താ ചെയ്തത്? ചോദ്യം ചെയ്യലാണോ? ആണെങ്കിൽ ഒന്നാമത് നിങ്ങൾ യൂണിഫോമിലല്ല, കൂടെ ഒരു SIO CA ഇല്ല, റിട്ടേൺ കംപ്ലൈൻറ്റും ഇല്ല. ഓ, സാറ് നിയമം പറയാണോ? അറിയാവുന്നതാണെങ്കിൽ അതൊന്ന് പറയണ്ടേ ശിവരാമ? പിന്നെ തന്നെ പോലെ വെറും ഒരു ASI വന്ന് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് പള്ളിപ്പാടന ക്ഷീണ. താൻ പോയിട്ടെ തോളത്ത് കുറച്ചുകൂടി നക്ഷത്രമുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് വാ. അങ്ങനെ വന്നാ മാത്രമേ സാറെന്തേലും മൊഴിയുള്ളൂ. പള്ളിപ്പാടൻ എന്ത് മൊഴിയും മൊഴിയില്ല എന്നൊക്കെ ശിവരാമനും ശിവരാമന്റെ അളിയനും അറിയാം. ചോദിച്ചാൽ മതി. എടോ, താൻ വലിയ ഡയലോഗ് അടിക്കണ്ട. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തന്റെ ഷോൾഡറിൽ ഈ ചോരക്കര എന്താ? ഒരു കോഴി കൊന്ന. കോഴിയെ കൊന്ന അവിടെ ചോര വരുന്നത് എങ്ങനെയാ? അത് കൊല്ലുന്ന വിധം പോലെ ഇരിക്കും. പിന്നെ സാർമാരുടെ ചോദ്യോത്തരോട് അവസാനിപ്പിക്കാം. എനിക്ക് വേറെ പണിയുണ്ട്. സാർമാർ ചെല്ലാൻ നോക്കാം. ഇല്ലെങ്കിൽ എനിക്ക് ബലമായിട്ട് ഇറക്കി വിടേണ്ടി വരും.
വരും. താൻ പറഞ്ഞ തോളിൽ നക്ഷത്രങ്ങളുള്ള റാങ്കുകാരെയും കുട്ടി. അതിനു മുമ്പ് പറ്റുവാണെങ്കിൽ ഏതെങ്കിലും പുത്തൻ വിളിച്ചോ. നീ എന്തിനാ ബ്ലഡിന്റെ കാര്യം അയാളോട് പറയാൻ പോയേ? അയാളത് അറിഞ്ഞിട്ടില്ല. അയാൾ നമ്മളെ പൊട്ടന്മാരാക്കി സംസാരിക്കുമ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ സാറേ? പറ ഷൈന. ട്രാൻസ്ഫറിന്റെ കാര്യം എന്തായി? വല്ല അറിഞ്ഞോ? 2 ദിവസം ഉണ്ടാവുന്ന DSP പറഞ്ഞത്. എങ്കിൽ ഞാൻ വാപ്പാനെ വിളിച്ച് കാര്യം പറയട്ടെ. ഉറപ്പല്ലേക്കാ? ഉറപ്പാ. ഞാനേ നിന്നെ കുറച്ച് അങ്ങോട്ട് വിളിക്കാം, കുറച്ച് തിരക്കില്ല. രാമേട്ടാ, ഇയാളെ സംശയം തോന്നുള്ള കാരണം എന്താ? സാർ, എനിക്കറിയാവുന്ന പള്ളിപ്പാടൻ നിയമത്തിന്റെ എല്ലാ വശങ്ങളും അരച്ചു കലക്കി കുടിച്ച ഒരു പക്ക ക്രിമിനലാണ്. ഈ സ്റ്റേഷനിൽ തെളിഞ്ഞതും തെളിയാത്തതുമായ പല കേസുകളുടെയും പുറകെ പോയാൽ അതിലൊക്കെ പള്ളിപ്പാടനിലേക്കുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. ഇയാളെ പറ്റി കുറച്ചൊക്കെ എനിക്ക് പറയാം. സാറേ, നാട്ടുകാർ പറയുന്നത് വെച്ചിട്ടേ അയാളുടെ ഭാര്യ അന്ന ടീച്ചർ അധികം അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകുന്ന ടൈപ്പല്ല. ഇവർ റിട്ടയർഡ് ആണോ? അതെ സാർ. അങ്ങേര് പറയുന്നത് അയാളുടെ ഭാര്യ മധുരയ്ക്കോ മറ്റേ പോയി എന്നുള്ളതാണ്. പച്ചക്കള്ളമാണ് സാർ. ഇവരെ കോൺടാക്ട് നമ്പർ ഒന്നുമില്ലേ? ഇല്ല സാർ, ആ ടീച്ചറെ ഫോൺ വീട്ടിൽ തന്നെ ഉണ്ട്. മറന്നു വെച്ചെന്നാണ് അയാൾ പറയണത്. ഇപ്പൊ ഇയാളെ ഈ പറഞ്ഞൊക്കെ സത്യമാണെങ്കിലോ? സാർ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വീട്ടു ജോലിക്കാരിക്കും സുരയ്ക്കൊന്നും സംശയം തോന്നേണ്ട ഒരു കാര്യമില്ലല്ലോ. മാത്രമല്ല, അവരാ വീട്ടിൽ കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത്. പൊട്ടിയ TV ഒഴികെ ബാക്കിയൊക്കെ അയാൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ക്രൈമിലേക്ക് കണക്ട് ആവുന്നില്ലല്ലോ. കണക്റ്റ് ആവും സാർ. ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് അയാളുടെ തോളിലെ ചോരക്കറയാണ്. ക്ലിയർ ചെയ്ത കൂട്ടത്തിൽ ചിലപ്പോൾ അയാൾ അത് ശ്രദ്ധിച്ച് കാണില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അയാൾ ആ ഡ്രസ്സിട്ട് അവിടെ നിൽക്കില്ലായിരുന്നു. സാർ, ഉറപ്പായും അതൊരു ക്രൈം സീൻ തന്നെയാണ്. സമയം വൈകും തോറും അയാൾ തെളിവുകളൊക്കെ നശിപ്പിക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അയാളെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം ചെയ്യണം. രാമേട്ടാ, അറിയാലോ, ലീഡിംഗ് ക്രിമിനൽ ലോയറായ തോമസ് കുരുലയുടെ വിശ്വസ്തനായ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ തൊപ്പി പോകുന്ന ഉറപ്പാ. 3-4 ദിവസം കഴിഞ്ഞ് എനിക്ക് ട്രാൻസ്ഫറാ. ഇതിനിടെ കയറി ഞാൻ ഈ പുലുവല പിടിക്കണോ? സാറ് പേടിക്കണ്ട. ഒന്ന് കൂടെ നിന്നാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അയാളിനി എത്ര വലിയ കൊമ്പനാണെങ്കിലും ക്രിമിനൽ ആണെങ്കിൽ പൂട്ടണം സാറേ. ഓക്കെ.